കാലടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ സജ്ജമാക്കി. MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് ആശ്വാസമായി കാലടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്യാധുനിക ലാബ് പരിശോധനാ സംവിധാനങ്ങൾ സജ്ജമായി. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 13 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച പുതിയ ഹെമറ്റോളജി അനലൈസറും പ്രമേഹ സംബന്ധമായ സങ്കീർണതകൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിനുള്ള ഉപകരണങ്ങളും MLA റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും MLA എന്ന നിലയിലായാലും ഒക്കെ നമുക്ക് ഇവിടെ ലഭിക്കാവുന്ന എല്ലാ ഫണ്ടുകളും ലഭ്യമാക്കി ഇവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് സാധ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചില ഉദ്ഘാടനങ്ങളൊക്കെ നടത്തിയത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഞാൻ ആദ്യം വർഗീസ് ചേട്ടൻ ഇങ്ങനെ ഒരു മെഷീൻ കൊടുക്കുന്നു, ഉദ്ഘാടനം നടത്തപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വെച്ച ഒരു പദ്ധതി ആയിരിക്കുമെന്നാണ്. അപ്പോൾ പുതിയൊരു ഭരണസമിതി വന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിന് DPC അംഗീകാരമൊക്കെ ആയി അത് എത്രയും പെട്ടെന്ന് ഇവിടെ ഇത് യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. അതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വലിയ ആശുപത്രികളിൽ മാത്രം ലഭ്യമായിരുന്ന പരിശോധനകൾ ഇനി മുതൽ കുറഞ്ഞ ചെലവിൽ കാലടിയിൽ തന്നെ ലഭ്യമാകുമെന്നത് രോഗികൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് MLA പറഞ്ഞു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ് വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി, വൈസ് പ്രസിഡന്റ് PV സ്റ്റീഫൻ, ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോളച്ചൻ, പഞ്ചായത്ത് മെമ്പർ ലില്ലി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം 2 മെഷീനുകളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഡയബറ്റിക് പേഷ്യന്റുകൾക്ക് ഫലപ്രദമായ രീതിയിൽ അവരുടെ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടി ഉള്ള ഉപകരണങ്ങളാണ്. അത് എല്ലാവർക്കും ഏറെ പ്രയോജനപ്പെടുമെന്ന് സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാ പദ്ധതികളും തന്നെ ഞങ്ങൾ ആസൂത്രണം ചെയ്തു. പുതിയ ഭരണസമിതിയുടെ 8.5 ലക്ഷം രൂപയും പഴയ ഭരണസമിതിയുടെ 5 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഇന്ന് ഈ 2 മെഷീനുകളും നമ്മളിവിടെ നടപ്പാക്കിയത്. പ്രോജക്റ്റ് 6 ലക്ഷം രൂപ ആ പ്രോജക്റ്റ് കാലടി ആശുപത്രിയിൽ പാലിയേറ്റീവ് IPക്കുള്ള പ്രോജക്റ്റ് പാസ്സാക്കി വാങ്ങി. പക്ഷെ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുലകക്ഷമായി പഠിക്കേണ്ടതുണ്ട്. കാരണം മരണാസന്നരായ രോഗികൾക്ക് ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമാണത്. പക്ഷെ നമുക്ക് ആരംഭിച്ച തുടർന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഡോക്ടറെ കൂടി അഭിപ്രായപ്രകാരം നമ്മൾ ചില സ്ഥാപനങ്ങളുടെ മേധാവികളുമായി CSR ഫണ്ട് അവൈലബിൾ ആക്കാനുള്ള ചില സ്റ്റെപ്പുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കതിൽ മുഖ്യ കണ്ണിയായിരിക്കേണ്ടത് MLA ആണ്. MLA സൂചിപ്പിച്ച പോലെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെയുള്ള ഒരു പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പേഴ്സായ ഞങ്ങൾക്ക് വളരെയധികം ഈ വാർഡിൻ്റെ മെമ്പറായ എനിക്കും വളരെയധികം അഭിമാനം തോന്നുകയാണ്. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഒരു കാലതാമസവും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ നമുക്കുള്ളത്. അപ്പോൾ അവരുടെ ആഭിമുഖ്യത്തിൽ ഇത്ര പെട്ടെന്ന് ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാലടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് രോഗികൾക്ക് ഒത്തിരിയേറെ ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് അവരുടെ രോഗനിർണയത്തിന് ഏറെ സഹായിക്കുന്ന ചില ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് അത് കൂടുതൽ രോഗനിർണയത്തിനും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസിനൊക്കെ സഹായിക്കുന്ന ഒരു സംവിധാനം ഒരുങ്ങിയിരിക്കുന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത.